ബാറഖ്മോർ. ത്രിയേക ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനസന്ധ്യ എന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സുറിയാനി സഭയുടെ മക്കൾ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ മനുഷ്യാവതാരത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന നാളുകൾ. സുറിയാനി സഭ വിശ്വാസ സമൂഹത്തിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വചനഭാഗം ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുത്തേക്ക് ഭാഗ്യവതിയായ കന്യകമർത്തമറിയാം അമ്മ യാത്രയാകുന്ന ഭാഗങ്ങളാണ്. ശുദ്ധമുള്ള ലൂക്കോസിനാൽ എഴുതപ്പെട്ട നമ്മുടെ കർത്താവിന്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വചനങ്ങൾ നാം പ്രാർത്ഥനയോടെ വായിക്കുമ്പോൾ ഈ വചനങ്ങളിലൂടെ സ്വർഗീയമായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്ന് നൽകുന്നുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഒരുങ്ങാം. ആയിരിക്കുന്നിടങ്ങളിൽ ഒരു നിമിഷം ശിരസ്സുകളെ നമിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ഞങ്ങളെ രക്ഷിച്ച സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ ഈ പരിശുദ്ധ വചനഭാഗത്തെ പ്രാർത്ഥനയോടെ ധ്യാനിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദൂതുകൾ ഞങ്ങൾക്കായി നൽകണമേ. ദൈവമേ, ഇത് രക്ഷയുടെ വചനമാണ്. ഇത് വിശ്വാസത്തോടെ വായിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ്. സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവവിശുദ്ധന്മാരുടെയും ദൈവമാതാവിന്റെയും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവമേ, കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് നമ്മുടെ കർത്താവും രക്ഷകനുമായവന്റെ മനുഷ്യാവതാരത്തെ പറ്റി ആ സ്വർഗീയമായ വചനിപ്പ് ലഭിച്ച പരിശുദ്ധ അമ്മ ആ നാളുകളിൽ എഴുന്നേറ്റ് മലനാട്ടിലേക്ക്, യഹൂദിയ പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ യാത്രയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. തന്റെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്തിന്റെ അടുക്കിലേക്കാണ് ഈ യാത്ര. ആ എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എലിസബത്ത് കന്യകമറിയാമിനെ സ്വീകരിക്കുന്ന വചനഭാഗങ്ങളാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആ സ്വർഗീയമായ സാമീപ്യം, മറിയാമിന്റെ സാന്നിധ്യം എലിസബത്തിന് മാത്രമല്ല, എലിസബത്തിന്റെ ഉദരത്തിൽ പേറിയ ആ ശിശുവിന് പോലും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്ന യോഹന്നാനെ നമ്മൾ അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പാട്ട് എന്ന് അറിയപ്പെടുന്ന ഭാഗം. ഈ വചനഭാഗങ്ങളെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ധ്യാനിക്കാം. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി യാത്രകൾ നമ്മൾ കാണുന്നുണ്ട്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. നമ്മളും യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യേ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി ബലം, ഉന്മേഷം, ചൈതന്യം ഇതെല്ലാം നൽകുന്നവരാണ്. എന്നാൽ ഓരോ യാത്രകളിൽ നിന്നും ആത്മീകമായിരിക്കുന്ന അനുഭവങ്ങളും ദൈവികമായിരിക്കുന്ന സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കാഴ്ചകളോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള യാത്രകൾ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ യാത്രകളും ആത്മീക അനുഭവങ്ങളിലേക്ക് വളരണമെന്നുകൂടെ ഈ വചനഭാഗത്തുകൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദീർഘമായിട്ട് സംസാരിക്കാതെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ വചനഭാഗങ്ങളിലേക്ക്, അതിന്റെ സന്ദേശങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. സ്നേഹമുള്ളവരെ, കോവിഡ് കാലഘട്ടത്ത് പത്രമാധ്യമങ്ങളിൽ വന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്:
ഒരു സ്നേഹ ചുംബനം. 11 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ്, ആ ബാലൻ തന്റെ മുത്തശ്ശിക്ക് കൊടുക്കുന്ന ഒരു ഉമ്മയാണ് അതിന്റെ പ്രതിപാദ്യം. ബ്രിട്ടനിൽ കോവിഡ് കാലഘട്ടത്ത് നടന്ന ഒരു സംഭവമാണത്. റോമിയോ കോക്കസ് എന്ന് പറയുന്ന ഒരു 11 വയസ്സുള്ള ബാലൻ, അവൻ ഇറ്റലിയിൽ നിന്ന് ലണ്ടനിലേക്ക് 2235 കിലോമീറ്ററുകൾ നടന്നും സൈക്കിളിലുമായിട്ട് തന്റെ മുത്തശ്ശിയെ കാണുവാനായിട്ട് യാത്ര തിരിച്ചു. പിതാവും ഒപ്പമുണ്ടായിരുന്നു. ആ കോവിഡ് കാലഘട്ടത്തെ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള ആ യാത്രയിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ആ മുത്തശ്ശിക്ക് ഹൃദയം തുറന്ന് അവനൊരു ഉമ്മ കൊടുക്കുന്നതാണ് ആ സ്നേഹചുംബനം. പ്രിയപ്പെട്ടവരെ, ദീർഘമാറിയ യാത്രകൾ താണ്ടി ഇവിടെയും പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. ഈ യാത്രയെ പറ്റിയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ യാത്രകൾ നമുക്ക് ചില ഉൾബോധ്യങ്ങളും ആത്മീകമായ ഉൾക്കാഴ്ചകളും നൽകുന്നുണ്ട്. എന്താണ് ഈ യാത്ര നൽകുന്ന സന്ദേശം? സ്നേഹമുള്ളവരെ, ഒന്നാമതായി ഈ യാത്രയുടെ പ്രത്യേകത ലക്ഷ്യബോധ്യമുള്ള ഒരു യാത്രയാണത്. നല്ലൊരു ലക്ഷ്യം ഈ യാത്രയ്ക്കുണ്ട്. നസറേത്തിൽ നിന്ന് 100 മൈലുകൾക്ക് അപ്പുറമുള്ള യഹൂദയിലെ മലനാട്ടിൽ തന്റെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്തിന്റെ അടുക്കിലേക്കുള്ള ഈ യാത്ര, സഖറിയ പുരോഹിതന്റെ ഭാര്യയായിരിക്കുന്ന എലിസബത്തിനെ കാണുവാനായിട്ട് ഈ പരിശുദ്ധ അമ്മ യാത്ര തിരിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, അതിന്റെ പിന്നിൽ വലിയൊരു ദൈവിക ലക്ഷ്യമുണ്ട്. ഈ യാത്ര ചെയ്യുന്ന കന്യകമർത്തമറിയാം അമ്മ അത്ര സന്തോഷവതിയല്ല. കാരണം ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് ലഭിച്ച ആ വചനിപ്പിന്റെ സന്ദേശം സമൂഹം അറിയുമ്പോൾ അവൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിലുണ്ട്. സംഭവിക്കുവാനിടയുള്ള കാര്യങ്ങളെപ്പറ്റി അവൾ ഓർത്തെടുക്കുന്നുണ്ട്. നീതിമാനായിരിക്കുന്ന യൗസേഫ് എപ്രകാരം ഉൾക്കൊള്ളുമെന്നുള്ള ചിന്തകളും ഒക്കെയുണ്ട്. അപ്പോൾ അത്രമാത്രം കംഫർട്ട് സോണിലല്ലാത്ത പരിശുദ്ധ അമ്മ കല്ലുകളും മുള്ളുകളും ഉള്ള ആ മലഞ്ചെരുവുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഈ യഹൂദ മലനാട്ടിൽ എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ ഓരോ ദൈവവൈതലിന്റെ ജീവിതത്തിലെ യാത്രകൾക്കും ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ഒരു ദൈവവിശ്വാസിയുടെ ലക്ഷ്യം? അവന്റെ ലക്ഷ്യം നിത്യമായ രക്ഷ എന്നുള്ളതാണ്, നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്, സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. ആകയാൽ സ്നേഹമുള്ളവരെ, ലക്ഷ്യബോധ്യത്തോടെ യാത്ര ചെയ്യുവാൻ നമ്മൾക്കിടയാകണം. കുടുംബത്തിൽ, സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നല്ല ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാകണം. തലമുറകളെ നല്ല ദൈവികമായ ലക്ഷ്യത്തിലേക്കും ആത്മീകമായ ലക്ഷ്യത്തിലേക്കും ഭൗതികമായ ലക്ഷ്യത്തിലേക്കുമെല്ലാം കൈപിടിച്ച് വളർത്തുവാൻ നമുക്ക് സാധിക്കണം. ആകയാൽ ഒരു ദൈവവൈതലിന് ലക്ഷ്യം എന്താണ്? ശുദ്ധമുള്ള ഫിലിപ്പിയ ലേഖനം 3:14 വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവെളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. സ്നേഹമുള്ളവരെ, അപ്രകാരമുള്ള ഒരു ഒരുക്കവും യാത്രയും നമുക്ക് ആവശ്യമാണ്. അബ്രഹാം പിതാവ് യാത്ര തിരിക്കുമ്പോൾ ഒരു വലിയൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യബോധ്യത്തോടെ യാത്ര ചെയ്യുന്നവരെല്ലാം അനുഗ്രഹീതരായിത്തീരും. എന്നാൽ യോനയുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ ആ യാത്ര ആരംഭിക്കുമ്പോൾ, ദൈവം പറഞ്ഞ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു നിമിഷം യാത്രയുടെ ലക്ഷ്യം മാറുകയാണ്. ആകയാൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളും ലക്ഷ്യബോധത്തോടുകൂടെ ആയിത്തീരണം. രണ്ടാമതായി, ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് പരിശുദ്ധ അമ്മ നടത്തുന്നത്. ക്രിസ്തുവിനെ ഉദരത്തിൽ പേറിക്കൊണ്ട് പരിശുദ്ധ അമ്മ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. നമ്മളും ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പാത്രങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. ശുദ്ധമുള്ള യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം
11-ാമത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിന്നെ രക്ഷിപ്പാൻ നിന്നോട് കൂടെ ഞാനുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെ ക്രിസ്തു ഉണ്ട്. അത് നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള യാത്രകളായി നമ്മുടെ യാത്രകൾ മാറണം. 3-മതായി ഈ യാത്ര നൽകുന്ന സന്ദേശം, ഇത് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അവിശ്വാസത്തിന്റെ യാത്രയല്ല. എലിസബത്ത് ഗർഭിണിയാണെന്ന് ഗബ്രിയേൽ മാലാഖ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നറിയുവാനുള്ള ഒരു അന്വേഷണത്തിന്റെ യാത്രയല്ല. നേരെ മറിച്ച് വിശ്വാസത്തിന്റെ ദൃഢതയോടുകൂടിയുള്ള ഒരു യാത്രയാണ്. തുടർന്ന് പരിശുദ്ധ അമ്മ 3 മാസത്തോളം അവിടെ താമസിക്കുമ്പോൾ അത് ശുശ്രൂഷ ചെയ്യുന്ന ഒരനുഭവമാണ്. അതാണ് ക്രിസ്തു പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വചനം, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ശുശ്രൂഷയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ ഉടനീളം ഉണ്ടാകണം. വീണ്ടും നമ്മൾ കാണുന്നത്, ഈ യാത്ര കൂട്ടിമുട്ടുമ്പോൾ, പരിശുദ്ധ അമ്മയും എലിസബത്തും കണ്ടുമുട്ടുമ്പോൾ ഇരുവരും പരിശുദ്ധാത്മാവിന്റെ നിറവിലായി തീരുകയാണ്. നാം കണ്ടുമുട്ടുന്ന അനുഭവങ്ങളിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളിലൂടെ ആയിത്തീരുവാൻ, സ്നേഹത്തോടെ സംസാരിക്കുവാൻ, ദൈവിക ആത്മാവിൽ സംസാരിക്കുവാൻ, ദൈവസ്നേഹം വെളിപ്പെടുത്തുവാനൊക്കെ നമുക്കിടയായിത്തീരണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ഈ വചനഭാഗം മുഖാന്തരമായി തീരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.